മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എൻ്റെ അറിവിൽ മാഡം പോയിടത്തെല്ലാം ഓരോ കേസും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയും സുസ്മിത മാഡം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. കൂട്ടുകാരിക്ക് ഒരു കമ്പനി കൊടുക്കാൻ മാഡത്തിന് തോന്നാതിരിക്കട്ടെ എന്ന് എൻ്റെ ആശംസ. ഏയ്, ഞാനിപ്പോ നന്നായി. പോണിങ് തന്നെ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഫോൺ കൊടുത്ത സത്യാമ്മ കാർത്തിക് തിരിച്ചറിയുമെന്ന് മാത്രമല്ല, അവൾക്ക് പിന്നിൽ ഞാൻ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്ന കാർത്തികയെ ഒളിപ്പിക്കാൻ ഞാൻ ഇത്രയും കള്ളക്കഥ മെനങ്ങിയത് എന്തിനാന്ന് മുട്ടി നിർത്തി പറയിക്കും സത്യാമ്മ. ഞാൻ മാത്രമല്ല, കാർത്തികയും ഔട്ട്. അതോടെ ശാലിനിക്ക് വീണ്ടും വിഷ്ണു സ്വന്തം. അവളുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ തൊലിയൊരുങ്ങി വീഴാൻ പോവുകയാണല്ലോ ഭഗവാനെ. ശാലിനിയുടെ ജീവിതം കുത്തിക്കലക്കാനുള്ള എല്ലാ ചാൻസും ഇതോടെ തീരും. കാർത്തികയെ സഹായിക്കാൻ പോയിട്ട് ഞാൻ കൂടി പെട്ടല്ലോ ഭഗവാനെ. ഈ ഫോൺ നിറഞ്ഞു പൊട്ടിച്ചാലോ? ഇങ്ങോട്ട് താടി. ഇതൊന്ന് തുറന്നു കാണിക്കേ. സോറി മാഡം, എനിക്ക് ഉടനെ ചാരുമൂടിലെത്തണം. സർ, നിങ്ങൾ വാ. വാ. ഇവരെന്താ? ഏതായിരുന്നടി ആ കുട്ടി? ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആളെയല്ല സത്യാമ്മേ. ഭാമേ, അത് വിട്. ചുമ്മാ സമയം കിടത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ.